കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. കടങ്ങൾ ഒരാളുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന ഒരു വളരെ ദുരിതമാണ്. തീർച്ചയായും കടം എടുക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ജീവിക്കാൻ മുന്നോട്ട് പോകാനായിട്ട് കടം എടുക്കേണ്ടത് ചിലർക്ക് നിർബന്ധിതമായിത്തീരും. അങ്ങനെ അത് അടയ്ക്കാൻ വേറെ കടം എടുക്കുക, അങ്ങനെ എടുത്തെടുത്തെടുത്ത് എങ്ങും തീരാത്തൊരു കടമായിട്ട് അങ്ങനെ അവശേഷിക്കുന്ന പലരുണ്ടാവും. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കടത്തിൻ്റേതായ പ്രഷറുകൾ, കടം വാങ്ങിച്ചിട്ട് ഓരോരുത്തരുടെ വാങ്ങിയിട്ട് അവരിൽ നിന്ന് കൊടുക്കാതെ വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവഹേളനങ്ങൾ, ഇതൊക്കെ കേട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നിരന്തരം കേൾക്കാവുന്ന ഒരു കഥ. ഈ കഥ മാത്രമല്ല, ഈ കഥയുമായി ബന്ധപ്പെട്ട ഒരു സ്തോത്രമുണ്ട്. അതും ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ ഈ കഥ എന്താണെന്ന് പറയാം. അപ്പോൾ വഴിയെ സ്തോത്രം നമുക്ക് മനസ്സിലായി വരും. ഈ കഥ പറഞ്ഞ് എന്നും കേൾക്കുന്നത് വളരെ വിശിഷ്ടമാണ്. അതുപോലെ തന്നെ ഈ സ്തോത്രം, അതെ, ഈ സ്തോത്രം കേൾക്കുന്നതും വളരെ നന്നായിട്ട്, കേൾക്കുന്നത് മാത്രമല്ല ചൊല്ലുന്നതും എന്നും പാരായണം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതെങ്ങനെ ചൊല്ലുന്നതെന്നൊക്കെ ഞാൻ പിന്നാലെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കഥ എന്താണെന്ന് പറയാം. പണ്ട് ഇത് നടന്നത് ശ്രീ ശങ്കരാചാര്യരുടെ കാലത്താണ്. അന്ന് അവിടെ വളരെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിരുന്ന, ഒരു ദുരിതത്തിൽ ജീവിച്ചിരുന്ന ഒരു ഇല്ലുണ്ടായിരുന്നു. സ്വർണ്ണത്തുമന എന്നായിരുന്നു ആ ഇല്ലത്തിൻ്റെ പേര്. അപ്പോൾ ശങ്കരാചാര്യർ ഉപനയനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭിക്ഷ എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീടുകളും നടന്ന് ഭിക്ഷ എടുക്കും. അപ്പോൾ അങ്ങനെ പോയി സ്വർണ്ണത്തുമനയിലും വന്നു പെട്ടു. എന്നിട്ട് സ്വർണ്ണത്തുമനയിൽ അവിടെ വെച്ചിട്ട് ഭവതി ഭിക്ഷാന്തേഹി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പറയുന്നത് കേട്ട് ഉള്ളിലുണ്ടായിരുന്ന അന്തർജനം പുറത്തേക്ക് വന്നു. അപ്പോൾ പുറത്ത് വന്നപ്പോൾ ശ്രീ ശങ്കരാചാര്യരെ കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തോ ഒരു ചൈതന്യവും ഭയങ്കര ഒരു തേജസ്സൊക്കെ തോന്നി. അപ്പോൾ ഈ ബാലന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പോയിട്ട് ഒന്നുമില്ല. ആ വീട്ടിൽ ദരിദ്രമാണല്ലോ, കൊടുക്കാനൊന്നുമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇനി എന്ത് കൊടുക്കുന്നു വെച്ചാൽ എല്ലായിടത്തും തിരഞ്ഞു, എന്താ കൊടുക്കുക, ആകെ മോശക്കേടാവില്ല ഒന്നും കൊടുക്കാതിരുന്ന. എന്നിട്ട് അവസാനം എല്ലായിടത്തും തപ്പിയപ്പോൾ അടുക്കളയിൽ ഒരു ഉണങ്ങിയ നെല്ലിക്ക അത് കിട്ടി. എന്നിട്ട് അന്തർജനം വന്ന് പറഞ്ഞു, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ണിയെ, ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ തരായിരുന്നല്ലോ, എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ തരാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഉണക്ക നെല്ലിക്കയാണ് ഭിക്ഷയായിട്ട് കൊടുത്തത്. ഇത് കണ്ടപ്പോൾ ശങ്കരാചാര്യർക്ക് ഭയങ്കര വിഷമായി. കാരണം ഈ അന്തർജനത്തിന് കൊടുക്കാൻ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അവർ വളരെ പാവപ്പെട്ടതാണെന്നും വളരെ അവരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നും കരുതിയിട്ട് ഈ ശങ്കരാചാര്യർ അവിടെ നിന്നുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചൊല്ലി. ആ സ്തോത്രമാണ് ഞാൻ പറയാൻ പോയ കനകധാരാ സ്തോത്രം എന്നറിയപ്പെടുന്നത്. ഈ കനകധാരാ സ്തോത്രം ചൊല്ലിയതിന് ശേഷം ആകാശത്തു നിന്ന് സ്വർണ്ണ നെല്ലിക്കകൾ പെയ്തു തുടങ്ങി. മഴ പെയ്യുന്ന പോലെയാണ് പെയ്യുന്നത്. ആ സ്വർണ്ണത്തുമനയുടെ മുറ്റത്ത് മുഴുവനും സ്വർണ്ണ നെല്ലിക്ക, നിറയെ സ്വർണ്ണ നെല്ലിക്ക കൊണ്ട് നിറഞ്ഞു. അന്തർജനം ഞെട്ടിപ്പോയി. അപ്പോൾ ഈ ബാലന് ഒരു നിസ്സാരക്കാരനല്ല എന്ന് തോന്നി. അന്തർജനത്തിന് ആകെ ഒരു എന്താ പറയുക, ആകാശത്തുനിന്ന് സ്വർണ്ണ നെല്ലിക്ക പൊഴിയാണ്. അപ്പോൾ അന്തർജനത്തിൻ്റെ ഈ ദാരിദ്ര്യമൊക്കെ മാറ്റാൻ വേണ്ടി ചെയ്തതാണെന്ന് അന്തർജനത്തിന് മനസ്സിലായി. അന്തർജനം ചെന്ന് ഈ ബാലനെ നമസ്കരിച്ചു. അപ്പോൾ ഈ ഇല്ലത്തെ ശങ്കരാചാര്യർ അനുഗ്രഹിച്ചു. നല്ലത് വരട്ടെ, അന്തർജനത്തിനും ഈ സ്വർണ്ണത്തുമനയ്ക്കും എല്ലാം നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഈ സ്തോത്രമാണ് കനകധാരാ സ്തോത്രം എന്ന് പറഞ്ഞു. ഈ കനകധാരാ സ്തോത്രം ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. പിന്നെ ഈ കഥ കേൾക്കുന്നത്, ദിവസവും കേൾക്കുന്നത് അത്ര വിശേഷമാണ്.
കനകധാര സ്തോത്രം പ്രധാനമായിട്ട് ഗുണം ചെയ്യുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊല്ലുമ്പോഴാണെന്ന് നമുക്കറിയാം. കാരണം ദേവിയുടെ സ്തോത്രമാണ്, മഹാലക്ഷ്മിയുടെ സ്തോത്രമാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ ഒരു പ്രത്യേക ഗുണം അന്ന് വെള്ളിയാഴ്ച ദിവസം ഉണ്ടാകും. അപ്പോൾ ഈ സ്തോത്രം, ഈ കഥ കേൾക്കുകയും ഈ സ്തോത്രം എങ്ങനെ ആലപിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ദിവസവും ഈ കഥ കേൾക്കുന്നത് വളരെ വിശേഷമാണെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ ലയിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആ കടങ്ങളൊക്കെ മാറാനുള്ള ഒരു വഴി, ആ പോസിറ്റീവ് എനർജി നമ്മളിൽ വന്നു ചേരും. പിന്നെ അതൊരു വിശ്വാസത്തോടു കൂടി കേൾക്കുക. പിന്നെ കനകധാര സ്തോത്രം ചൊല്ലുന്നത് ഒരു ഏറ്റവും വിശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ, സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലിയതിന് ശേഷം കനകധാര സ്തോത്രം ചൊല്ലുന്നതാണ് ഏറ്റവും വിശേഷം. ഇപ്പോൾ നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലാതെ കനകധാര സ്തോത്രം ചൊല്ലിയാലും കുഴപ്പമില്ല. പക്ഷേ ലളിതാ സഹസ്രനാമത്തിന് ശേഷം കനകധാര സ്തോത്രം ചൊല്ലുമ്പോൾ അതിന് ഇരട്ടി പവറാണ്, പെട്ടെന്ന് ഇഫക്റ്റ് കിട്ടും. പിന്നെ ദിവസവും ചൊല്ലാം. ദിവസവും സന്ധ്യയ്ക്ക് കനകധാര സ്തോത്രവും ലളിതാ സഹസ്രനാമം ചൊല്ലിയതിന് ശേഷം കനകധാര സ്തോത്രം സന്ധ്യയ്ക്ക് ദിവസവും ചൊല്ലാം. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വളരെ പ്രത്യേകതയുണ്ട്. ദിവസവും സന്ധ്യയ്ക്ക് ദേവിയുടെ അമ്പലത്തിൽ പോയിരുന്നിട്ട് ലളിതാ സഹസ്രനാമവും അതിനുശേഷം കനകധാര സ്തോത്രം ചൊല്ലുകയാണെങ്കിൽ അതിലും വിശേഷമാണ്. ഇപ്പോൾ ദിവസവും നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ദിവസവും അവിടെ ചെന്നിരുന്ന് ലളിതാ സഹസ്രനാമവും കനകധാര സ്തോത്രം ചൊല്ലാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് അമ്പലത്തിൽ പോയി, ദേവിയുടെ അമ്പലത്തിൽ തന്നെ പോയി അവിടെ ചെന്നിരുന്ന് ലളിതാ സഹസ്രനാമവും അതിനുശേഷം കനകധാര സ്തോത്രവും ചൊല്ലുക. അങ്ങനെ തുടർച്ചയായി വെള്ളിയാഴ്ചകൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ധനത്തിനുള്ള ബുദ്ധിമുട്ട്, കടങ്ങളൊക്കെ മാറിയിട്ട് ഈ നെല്ലിക്ക വർഷിക്കുന്ന പോലെ ധനം വന്ന് ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ സൗകര്യത്തിനൊത്ത് ചെയ്യാം. പക്ഷേ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. മഹാലക്ഷ്മിയുടെ വീട്ടിലെ പൂജാമുറിയിൽ ചെയ്യുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് കൊളുത്തിയിട്ടായാലും ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഏറ്റവും വിശ്വാസത്തോടു കൂടി ചൊല്ലുമ്പോൾ ഏറ്റവും ഫലം കിട്ടാനായിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സ്തോത്രമാണ് കനകധാര സ്തോത്രം. പലർക്കും അങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര വലിയ കടമാണെങ്കിലും അത് മാറിപ്പോവാനും അതിനുള്ള വഴികൾ, അതടയാനുള്ള വഴികൾ പല സ്രോതസ്സിൽ നിന്ന് വന്നു ചേരാനും എല്ലാം ഈ കനകധാര സ്തോത്രം സഹായിക്കും. അപ്പോൾ ഈ കഥ കേൾക്കുക, ദിവസവും കഥ കേൾക്കാം. പിന്നെ നമുക്ക് ഈ മന്ത്രവും ചൊല്ലിത്തുടങ്ങാം നമുക്ക് ഒഴിവുള്ള സമയത്ത്, വൈകുന്നേര സമയങ്ങളിൽ പ്രധാനമായിട്ടും. അപ്പോൾ എല്ലാവർക്കും കടങ്ങളൊക്കെ മാറാനും ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.